ഹായ് നമസ്കാരം. അഭിലാഷ് ആട്ടയുണ്ട്, വിഷ്ണു കൊച്ചിക്കാരനുണ്ട്. വിഷ്ണു കൂടെ ആരാണ്? ഒരു ബാബു ആന്റണീനെ പോലെ ഒരാള്. ഞാൻ വൈറലാവുന്നതിന് മുമ്പ് എനിക്ക് ചങ്കു ബ്രോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ നല്ലൊരു അവസരം തന്നെ ചേട്ടായിയാണ് ലിജു ആന്റണി അല്ലേ? അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ വിഷ്ണു ഇപ്പോൾ വെച്ചിരിക്കുന്ന ലുക്കിലല്ലായിരുന്നു ഞാൻ കണ്ടത്. മുടിയൊക്കെ അഴിച്ചിട്ട് വേറെ ലുക്കിൽ. ആ പോസ്റ്റർ അടിപൊളിയായിട്ടോ, വൈറലായി പോയല്ലോ അത്. കാരണം വിഷ്ണുവിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, വിഷ്ണുവിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ മൂവിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്ണുവാണ്. സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, പല പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. സിനിമ പോസ്റ്റർ ഇട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുത്ത് കൊടുക്കുന്നു. അതിൻ്റെ പോസ്റ്റ് വെച്ചിട്ട് വിഷ്ണുവിൻ്റെ വീഡിയോസ് അല്ലേ എഡിറ്റ് ചെയ്ത് ഇറക്കുന്നു. നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ചെറിയ വേഷം ആയിക്കോട്ടെ, വലിയ വേഷം ആയിക്കോട്ടെ, നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമയെ സ്നേഹിക്കുന്നു അല്ലേ? പുള്ളി എന്ന് പറഞ്ഞാൽ റീച്ചിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സിനിമയിലെത്തുക. അപ്പോൾ റീച്ചാണ് ആവശ്യം, ആണോ? പക്ഷേ ഒരാൾ വിളിക്കണമെങ്കിൽ നമ്മുടെ ഫേസ് രജിസ്റ്റർ ആയാലേ വിളിക്കുള്ളൂ, ആണോ അല്ലയോ? അപ്പോൾ തന്നെ ഞങ്ങളൊരു വർക്ക് ചെയ്തു. അതിൻ്റെ വിശദങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, എൻ്റെ ഷൂട്ട് കഴിഞ്ഞു അല്ലേ? അപ്പം ആ ഒരു വർക്ക് തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ് കിട്ടിയത്, ആണോ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ചങ്ക് ബ്രോയിലെ അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു? ചങ്ക് ബ്രോയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത സമയത്താണ് എന്നെ പുള്ളി വിളിച്ചത്. ഞാൻ റീച്ച് ഒന്നും അല്ല. അന്നേരമാണ് പുള്ളി എനിക്ക് വിളിച്ചത്. നിങ്ങൾ നേരത്തെ തൊട്ട് ഇതുണ്ടോ, സൗഹൃദമുണ്ടോ? പുള്ളിയായിട്ട് പുള്ളിയുടെ കൂട്ടുകാർ എല്ലാവരും അറിയാം. ഒരുപാട് പേർക്ക് അവസരം കൊടുത്തല്ലോ ചങ്ക് ബ്രോയി. നമ്മുടെ തട്ടുകട നടത്തുന്ന ഒരാളുണ്ടല്ലോ, ഒരു മിമിക്രി, രാജുഭായ്. പുള്ളി നല്ലൊരു മനുഷ്യനാണ് പുള്ളി അല്ലേ? സപ്പോർട്ട് ചെയ്ത്. പിന്നെ മായ ഇടുക്കി അല്ലേ? മായ ഇടുക്കി ഉണ്ടായിരുന്നു. പിന്നെ കവിത ഉണ്ടായിരുന്നു. അങ്ങനെ സുജാത ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല ഇതിനകത്ത് പ്രവർത്തിച്ചത്. പിന്നെ നമ്മുടെ സിന്ധു ചാലക്കുടി. പിന്നെ ഒരു മോഡലിംഗ് ചെയ്യുന്ന ജ്യോതിക്ക് ഒരു വേഷം ഉണ്ടല്ലോ അല്ലേ നായികയായിട്ട്. പിന്നെ അതുപോലെ നായകനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണേ. ആ കാര്യം പറഞ്ഞില്ല അല്ലേ? ഗുണ്ടയാണ്. ഈ ഇങ്ങേരുടെ അടിയാണ് ഞങ്ങളെല്ലാം കൊള്ളുന്നത്. രണ്ട് നായകന്മാരാണ്. അതിലൊരാള് ഞാനാണ്. പിന്നെ രാജുഭായാണ് മെയിൻ ചെയ്യുന്നതല്ലേ? എന്തായാലും സന്തോഷം. എന്തായാലും ചങ്ക് ബ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇപ്പോൾ വിഷ്ണു കൊച്ചിക്കാരൻ്റെ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു വർക്കാണ്. ഓണത്തിന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.